ഇന്നത്തെ നമ്മുടെ ചെടി സിഗാർ ഫ്ലവർ എന്നറിയപ്പെടുന്ന കലാത്തിയ ലൂട്ടിയ എന്നാണ്. ഇത് കാഴ്ചയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകൾ വലിയ പങ്കായം പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ അതിരുകൾക്ക് സമീപം വളർത്തുകയാണെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ട് കാണും. സിഗരറ്റ് കുറ്റികൾ പോലെ കാണുന്നതുകൊണ്ടാണ് ഇതിനെ സിഗാർ ഫ്ലവർ എന്നുകൂടി അറിയപ്പെടാൻ കാരണം. ഇതിന് ആവശ്യമില്ലാത്ത തണ്ടുകളൊക്കെ തന്നെ അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് അധികം വെയിലേൽക്കാത്ത തണൽ ലഭിക്കുന്ന സ്ഥലത്താണ് ഇത് ഏറ്റവും അത്യുത്തമമായിട്ടുണ്ടാവുക. അധികം വെയിൽ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ആമസോൺ വനാന്തരങ്ങളിൽ കാണപ്പെട്ടിരുന്ന ഒരു ചെടിയാണ്. മരങ്ങൾക്കിടയിൽ താഴ്ഭാഗത്തായിട്ട് തണലുകൾക്കിടയിൽ ഉണ്ടായ ചെടികൾ ആയതിനാൽ തന്നെ അതിന് കൂടുതലായിട്ട് വെയിലിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിൻ്റെ നന എന്ന് പറയുന്നത് ദിവസം ഒരു തവണ നനച്ചാൽ മതിയാവും. വീടിൻ്റെ സൈഡിൽ അലങ്കാര ചെടിയായി ഇത് ഉപയോഗിക്കാൻ വളരെ ഭംഗിയാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. വീടിൻ്റെ ഒരു അതിര് സൈഡായിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. കലാത്തിയ ലൂട്ടിയ എന്ന ഈ ഒരു സസ്യം നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിനും അകത്തളങ്ങളിലുമൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അത് ചട്ടികളിൽ നട്ടാൽ മതി. വീടിൻ്റെ അതിരിൽ വെക്കുകയാണെങ്കിൽ വളരെ മനോഹരമാണ്. കാരണം ഇത് സൈഡിലെ ഒരു ആൾമറയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ചെടി 3 മുതൽ 5 അടി വരെ ഇത് ഹൈറ്റ് വെക്കുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അതിരിൽ വെക്കുന്നത് വളരെ മനോഹരമാകുന്നതോടൊപ്പം തന്നെ ഒരു റിസോർട്ടിലൊക്കെ വെക്കുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഈ ചെടിക്ക്. ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിഭാഗത്തുള്ള ഈ തണ്ടിൽ നിന്ന് മുള വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ മുളകൾ. ഈ മുള ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് വേറെ തണലത്ത് വെച്ച് നടുക. കാരണം തണലത്തൊരു ചട്ടിയിലോ മറ്റോ നടുകയാണെങ്കിൽ അതിന് കൂടുതൽ വെയിലേൽക്കാതെ വേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വേറെ മണ്ണിലേക്ക് റീപോർട്ട് ചെയ്താൽ മതിയാവും. അടിഭാഗത്ത് നിന്നുള്ള ആവശ്യമില്ല ഇലകളൊക്കെ കളയണം. നടുന്ന രീതി ഇതിൻ്റെ അടിഭാഗത്തു നിന്നും വിഭജിച്ച് എടുത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത്. ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഇലകളൊക്കെ തണ്ട് സഹിതം ഇത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ, ഇതിങ്ങനെ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കട്ട് ചെയ്ത് കളയുമ്പോഴാണ് ഇത് ഭംഗി കൂടി വരിക. പിന്നെ അധികം ഇത് പക്ഷേ ഞാൻ നട്ടിട്ടുള്ളത് വെയിലത്താണുള്ളത്. വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ നടുന്നതായിരിക്കും നല്ലത്. കാരണം ഇലകൾ ഭംഗിയോടുകൂടി ഇരിക്കണമെങ്കിൽ ഇത് തണലത്തുണ്ടാവണം. ഇവിടെ നട്ടതിനും വെയിൽ നേരിട്ടടിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വെയിൽ നേരിട്ട് മരങ്ങളൊന്നും ഈ സമീപത്തൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇലകൾക്കൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും മനോഹരം എന്ന് പറയുന്നത് ഈ ഇലകളുടെ ഡിസൈനാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രസമുള്ള, വളരെ ഭംഗിയുള്ള, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇലകളാണ് ഇതിൻ്റെ ഉള്ളത്. കലാത്തിയ ലൂട്ടിയ എന്ന ഈ സസ്യത്തിന് കായ്കളുണ്ട്. കായ്കൾ ഇതേപോലെയുള്ള കമ്പിൽ നിന്നാണ് ഉള്ളത്. ഇതിൽ നിന്നും നമ്മൾ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവും, നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കായ്കൾ. ഈ കായ്കൾ എടുത്തുകൊണ്ട് എനിക്ക് പറയാനുള്ള പ്രോ ടിപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇലകൾക്ക് നല്ല രീതിയിൽ പച്ച നിറം വരണമെങ്കിൽ എപ്സം സാൾട്ട് 5 മുതൽ 10 ഗ്രാം വരെ വെള്ളത്തിൽ കലക്കി അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ ഇലകൾക്ക് നല്ല പച്ച നിറം ഉണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ പ്രോ ടിപ്സ്. കൂടുതലായിട്ടുള്ള ഇതിൻ്റെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിന് നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.